Okay, the area of the surface area of a surface revolution obtained by, അതായത് നമുക്കിപ്പോൾ ഒരു surface revolution or curve is equal to the length of the generating line or curve multiplied by the distance traveled. അതായത് നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലൈനിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഏരിയ കിട്ടും, ശരിയല്ലേ? ഈ ഒരു ലൈൻ എടുത്ത് നമ്മൾ ലൈൻ അല്ലെങ്കിൽ ഒരു കർവ്, ഇതൊരു ലൈനാണ്, ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു എന്തിനാണ് ഒരു ഏരിയ കിട്ടും, ശരിയല്ലേ? ഇതിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഒരു പർട്ടിക്കുലർ ഏരിയ കിട്ടും. ഓക്കെ, ഇനി അതായത് ഒരു ലൈനിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഏരിയ കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഏരിയ ഓഫ് എ സർഫസ് റെവല്യൂഷൻ ഈസ് ഒപ്റ്റൈൻഡ് ബൈ, ഏരിയ എങ്ങനെ ഒപ്റ്റൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈൻ ഓർ കർവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ജനറേറ്റിംഗ് ലൈൻ ഓർ കർവ് മൾട്ടിപ്ലൈ ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്റ്റൻസ്. അതായത് ഇത് ലെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ലെങ്തിനെ നമ്മൾ കറക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ്, അതാണ് തിയറം 1 പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഒപ്റ്റൈൻഡ് ബൈ ഏരിയ. ഈ ഏരിയനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഏരിയനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വോളിയം കിട്ടും. വോളിയം ഓഫ് എ ബോഡി ഒപ്റ്റൈൻഡ് ബൈ റിവോൾവിംഗ് ആൻ ഏരിയ ഈസ് ഈക്വൽ ടു ദ ജനറേറ്റിംഗ് ഏരിയ മൾട്ടിപ്ലൈ ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെന്റർ ഓഫ് ദ ജനറേറ്റിംഗ് ഏരിയ വെൻ ഇറ്റ് ഈസ് ബീങ് റൊട്ടേറ്റഡ്. മനസ്സിലായ രണ്ട് കാര്യങ്ങൾ? ഇതിലാണ് രണ്ട് പേപ്പർ സ്കെയിൽ തിയറം 1 and 2. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമിലുണ്ടോ? ഉണ്ട് 19 സ്കീമിനുണ്ട്. എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പാരലാക്സിസ് എന്താണ് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ഏരിയ അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ആക്സിസ് ഈസ് റെപ്രസെന്റഡ് ബൈ IgG ആണ്. സം ഓഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ IgG പ്ലസ് A1H1 സ്ക്വയർ. അതായത് ഇങ്ങനെ IXX ഈസ് ഈക്വൽ ടു IgG1 പ്ലസ് A1H1 സ്ക്വയർ. ഓക്കെ, സിമിലർലി അപ്പൊ ഈ IgG എന്ന് പറയുകയാണെങ്കിൽ IXX ഈസ് ഈക്വൽ ടു IgG എന്ന് പറഞ്ഞാൽ എന്താണ്? BD³/12 ആണ് ഫോർ റെക്ടാങ്കുലർ സെക്ഷൻ. നമുക്ക് 2-3 സെക്ഷൻസ് ഉണ്ട്. റെക്ടാങ്കുലറിൽ B ഇതാണ്, D ഇതാണെങ്കിൽ IXX കണ്ടുപിടിക്കാനുള്ള ഫോർമുല BD³/12 ആവും. ആൻഡ് IYY എന്ന് പറഞ്ഞാൽ എന്താണ്? DB³/12 ആണ്. സിമിലർലി സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ πD⁴ ഡയമീറ്റർ D ആണെങ്കിൽ πD⁴/64 ആണ്. ബോത്ത് IXX ആൻഡ് IYY. ഹോളോ ആണെങ്കിലോ ഇത് ക്യാപിറ്റൽ D ആണ്, ഇത് സ്മോൾ d ആണെങ്കിൽ π/64, അതായത് രണ്ട് IXX ആക്സിലസ് IYY. മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഹോളോ ആണെങ്കിൽ ക്യാപിറ്റൽ D ഇത്രയാണ്, ഓക്കെ, അതിന്റെ സ്മോൾ d എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ π/64 ഇൻറ്റു ക്യാപിറ്റൽ D⁴ മൈനസ് സ്മോൾ d⁴ ആണ് ഇതിന്റെ ഇക്വേഷൻ. ഇത് IXXന്റെ വാല്യൂ, IgG എന്നുള്ള വാല്യൂല് നമ്മൾ കൊണ്ടുകൊടുക്കും. അപ്പൊ ഇവിടെ റെക്ടാങ്കുലർ സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ IXX IgG പ്ലസ് A1H1 സ്ക്വയർ ആകുമ്പോൾ BD³/12. ഹന്നയ്ക്ക് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ BD³/12 പ്ലസ് A1H1 സ്ക്വയർ. A1 എന്ന് പറഞ്ഞാൽ B ഇൻറ്റു D ഇൻറ്റു H എന്ന് പറഞ്ഞാൽ എന്താണ്? Y ബാർ മൈനസ് Y1. അതെങ്ങനെ കിട്ടി? Y ബാർ മൈനസ് Y. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ XX ആണ് നമ്മൾ വേണമെങ്കിൽ Y ബാർ ഇവിടെ വരും. Hന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ XX ആണെങ്കിൽ Y ബാർ, അതേപോലെ YY ആണെങ്കിൽ XX വരും. സപ്പോസ് YY ആണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ ഇതെന്താണ്? BD³/12 DB³/12 വരും, പ്ലസ് B ഇൻറ്റു D ഇൻറ്റു Y ബാറിന് വരെ എന്താണ്? X ബാർ മൈനസ് X എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കിത് അതിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം states that the moment of inertia of a plane area about any axis is equal to the sum of the moment of inertia of area about the passing through the centroid of the parallel axis to the given and the product of area and a plane of the square of the perpendicular distance of the centroid axis. അതായത് ഈ കാര്യത്തിനാണ് അവർ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത ആ കാര്യങ്ങൾ തീർന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് T സെക്ഷൻ അബൌട്ട് XX ആക്സിസ്. അപ്പൊ IXX ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ IXXന്റെ ഫോർമുല ഇവിടെ 2 സെക്ഷനായിട്ട് T സെക്ഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് സെക്ഷൻ 1 ആൻഡ് സെക്കൻഡ് സെക്ഷൻ 2, ഇങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ IXX നമുക്ക് എങ്ങനെ? IXX1 പ്ലസ് IXX2 എന്ന് വരും. അപ്പൊ അവർ IXX ആണ് ചോദിച്ചിരിക്കുന്നത്. സോ IXX1 നമുക്ക് എങ്ങനെ? IgG1 പ്ലസ് A1H1 സ്ക്വയർ പ്ലസ് IgG2 പ്ലസ് A2H2 സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
അപ്പൊ IgG1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ലെങ്ത് ഇത് ഇത്രയും B1 ആണ്, ഇത് D1 ആണ്. ഓക്കെ, ഇത് ഇത്രയും B2 ആണ്, ഇത് ഇത്രയും എത്രയാണ്? D2 ആണ്. ഓക്കെ, അപ്പൊ IgG1 എന്ന് പറഞ്ഞാൽ B1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് B1 D1 ഇൻറ്റു H1 നമ്മൾ എന്ത് IXX ആയതുകൊണ്ട് y ബാർ മൈനസ് y1 എന്ന് കൊടുക്കും ഹോൾ സ്ക്വയർ പ്ലസ് B2 D2 അതായത് IgG2 രണ്ടാമത്തെ സെക്ഷന്റെ B2 D2 ഇതേ സെയിം ഇതേ B2 D2 ക്യൂബ് ബൈ 12 പ്ലസ് A2 H2 സ്ക്വയർ B2 ഇൻറ്റു D2 ഇൻറ്റു H2 എത്രയാണ്? y ബാർ മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് B1 നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ് B1? എത്രയാണ്? 150 ഇൻറ്റു D1 എത്രയാണ്? 40 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 150 ഇൻറ്റു 40 ഇൻറ്റു y ബാർ മൈനസ് 1. സോ y ബാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? A1 y1 പ്ലസ് A2 y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. ഇതാണ് നമ്മുടെ y ബാറിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ A1 എത്രയാണ്? A1 ഏരിയ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ എത്രയാണ്? 150 ഇൻറ്റു 40. A2 എത്രയാണ്? 100 ഇൻറ്റു 40. y1 എത്രയാണ്? y1 എത്രയാണ്? പഠിച്ചല്ലേ ലാസ്റ്റ് ക്ലാസ്സിന്? y1 എത്രയാണ്? ഫസ്റ്റ് സെക്ഷന്റെ ഹാഫ്, വൈയുടെ ഹാഫ് 40/2 പ്ലസ് 100. അതേപോലെ y2 ആണെങ്കിലോ 100/2. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ടുവിടുമ്പോൾ നമുക്ക് y ബാർ കിട്ടും. y ബാർ അവർക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എനിക്ക് 92 കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ y ബാറിന്റെ വാല്യൂ y ബാർ മൈനസ് 92 മൈനസ് y1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 40/2 20 120 കിട്ടും. ഇത് 50 കിട്ടും. അപ്പൊ ഇത് എത്രയാണ്? 120 ഹോൾ സ്ക്വയർ പ്ലസ് B2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു D2 എത്രയാണ്? 100 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 40 ഇൻറ്റു 100 ഇൻറ്റു y ബാർ വീണ്ടും 92 മൈനസ് y2ന്റെ വാല്യൂ 50 ഹോൾ ക്യൂബ്. സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായോ? മനസ്സിലായി.